ഹമാസ് ഭീകരതയ്ക്കെതിരെ നിലപാട് വ്യക്തമാക്കി ഭാരതം. മുഴുവൻ ബന്ദികളെയും മോചിപ്പിക്കാൻ നിർദ്ദേശം നൽകി. ഗാസയിലേക്ക് മാനുഷിക സഹായം തുടരുമെന്നും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവന. വിവരങ്ങളുമായി ഐസൻ ജോസ് ഉണ്ട്. ഐസൻ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായും ഹമാസിന് അന്തിമമായ ഒരു മുന്നറിയിപ്പാണ് ഭാരതത്തിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഭാരതം വളരെ കൃത്യമായി ഹമാസിന് നൽകിയിരിക്കുന്ന ഒരു മുന്നറിയിപ്പ്, ബന്ദികളെ മുഴുവൻ, അതായത് 59ഓളം ബന്ദികളുണ്ട് എന്ന കണക്കാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ മുഴുവൻ ബന്ദികളുടെയും മോചനം ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന നിലപാട് ഹമാസിനോട് വളരെ കൃത്യമായി ഭാരതം പറഞ്ഞിരിക്കുകയാണ്. ഇത്തരത്തിൽ ബന്ദികളുടെ മോചനം, ബന്ദികളെ തടഞ്ഞു വെക്കുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ബന്ദികളുടെ മോചനം ഉടൻ ഉണ്ടാകണമെന്ന ഉറച്ച നിലപാട് തന്നെയാണ് MEAയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. കൃത്യമായ ഒരു നിലപാട്, ഒരു പ്രസ്താവന തന്നെയാണ് MEAയുടെ ഭാഗത്ത് നിന്നും, അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ ഭാഗത്ത് നിന്നും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മാത്രമല്ല, മാനുഷിക സഹായങ്ങൾ ഗാസയ്ക്ക് തുടരണമെന്ന നിലപാട് MEA അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു സുപ്രധാന നിരീക്ഷണം നടത്തിയത്, ഇപ്പോൾ ഗാസയിൽ നടക്കുന്ന അതിശക്തമായ ആക്രമണങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ബന്ദികളുടെ മോചനം വൈകിപ്പിക്കുന്നത് മൂലം ഇസ്രായേൽ ഇത്തരത്തിൽ ആക്രമണങ്ങൾക്ക് നിർബന്ധിതമായ ഒരു പശ്ചാത്തലത്തിൽ ബന്ദികളുടെ മോചനം സാധ്യമാക്കി ഗാസയിലെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഘർഷാവസ്ഥയ്ക്ക് പരിഹാരം കാണണം എന്ന ഒരു നിലപാട് തന്നെയാണ് MEAയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. സ്വാഭാവികമായും ഗാസയിലെ പ്രശ്നങ്ങളിൽ ആശങ്കയുണ്ട് എന്ന് തന്നെയാണ് MEA അറിയിക്കുകയും ചെയ്യുന്നത്.